ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്പ് സ്പേസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ ഡെൻമാർക്കിലേക്കുള്ള ജോലി എങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. അതിന് നമ്മൾ വർക്ക് ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞൊരു സൈറ്റ് ത്രൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡെൻമാർക്ക് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ ഈ ഏജൻസി ത്രൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജോലി കണ്ടുപിടിക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പ്രീവിയസ് വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയായിരുന്നു ഞാൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് പറയാം. പ്രൊഫഷണൽ ആണെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണലിന് സ്പെഷ്യലായിട്ട് ഡോക്ടർ, നേഴ്സ്, ഡെൻറ്റിസ്റ്റ് അങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പോൾ ഞാൻ നേഴ്സിൻ്റെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നേഴ്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഡാനിഷ് പേഷ്യൻ്റ് സേഫ്റ്റി അതോറിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഓതറൈസേഷൻ എടുക്കുക. ഓതറൈസേഷൻ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഓതറൈസേഷന് മുമ്പ് നമുക്ക് ഈ ജോബ് സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ജോലി കണ്ടെത്താവുന്നതാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പറയുന്നത് വർക്ക് ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് അതൊരു ഓതറൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയുടെ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഡെൻമാർക്കിൽ നമ്മളൊരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജോബ് സെർച്ച് ഇൻ ഡെൻമാർക്ക് ഫോക്കസ് ഓൺ ഹൗ യുവർ ക്വാളിഫിക്കേഷൻ മാച്ച് ദ റിക്വയർമെൻറ്റ് മെൻഷൻഡ് ഇൻ ദി ജോബ് ആഡ്. അപ്പോൾ നമ്മൾ ഒരു ജോബ് സെർച്ചിന് പോകുമ്പോൾ നമ്മളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള ആഡ് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ നല്ലൊരു CV നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇതിലൊരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ഈ ജോബ് ആഡ് നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എങ്ങനെയാണ് ജോലി സെർച്ച് ചെയ്യുന്നുണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട്. എല്ലാ തരത്തിലുള്ള ജോലികളും ഈ വർക്ക് ഇൻ ഡെൻമാർക്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടത്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വർക്ക് ഇൻ ഡെൻമാർക്ക് എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ അകത്താണ്. ഞാനപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ജോലി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ഇൻ ഡെൻമാർക്ക് ത്രൂ നമുക്ക് ജോബ് നെറ്റ് വഴി നമുക്ക് ജോലി കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് നല്ലൊരു CV ആണ് വേണ്ടത്. CVനകത്ത് നമ്മളുടെ ഇവിടെ CVനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദ പ്രൊഫഷണൽ, പേഴ്സണൽ ആൻഡ് സോഷ്യൽ കോമ്പിറ്റൻസീസ് എല്ലാം നമ്മളതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു കവർ ലെറ്റർ വേണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അവർ നമുക്ക് ഒരു ഇൻ്റർവ്യൂ മെയിൽ എന്തെങ്കിലും അയക്കും. ഇപ്പോൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ വന്നിട്ട് ലിങ്ക് ത്രൂ സൂമോ സ്കൈപ്പ് ഇൻ്റർവ്യൂ അങ്ങനെയെല്ലാം ആയിരിക്കും. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ എംപ്ലോയറുടെ കൺവീനിയൻസ് ആണ്. അതിനുശേഷം നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ജോലീനെ ബേസ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സിൽ നല്ലൊരു രീതിയിലുള്ള പ്രിപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഇൻ്റർവ്യൂ വന്നിട്ട് സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇപ്പം ഞാനിവിടെ വർക്ക് ഇൻ ഡെൻമാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വർക്ക് ഇൻ ഡെൻമാർക്കിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയച്ച് നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഗവൺമെൻറ് ഇതാണ്, ഓതറൈസേഷനാണ്. ഇത് ഡാനിഷ് ഏജൻസി ഫോർ ലേബർ മാർക്കറ്റ് ആൻഡ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ത്രൂ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ദ ഫൈൻഡ് യുവർ ജോബ് നെക്സ്റ്റ് ജോബ് ഇൻ ഡെൻമാർക്ക്. ഇപ്പോൾ എങ്ങനെയാണ് ജോലി സെർച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ജോബ് നെറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജോലി, ഇപ്പോൾ നേഴ്സ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നേഴ്സ് എന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം സെർച്ച് കൊടുക്കുക. അങ്ങനെ സെർച്ച് കൊടുത്ത് കഴിയുമ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് ജോബ്സൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. നഴ്സസ് വാണ്ടഡ് ഇൻ ഡെൻമാർക്ക്. അപ്പോൾ നമ്മൾ ഈ ഇത് തുറന്നു നോക്കാം. എന്തൊക്കെ ക്രൈറ്റീരിയാസാണ് അവിടെ പറയുന്നത്. നഴ്സസ് വാണ്ടഡ് ഇൻ ഡെൻമാർക്ക് ഇതിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. യു മസ്റ്റ് ഹാവ് എ മിനിമം 2 year ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആസ് എ ഹോസ്പിറ്റൽ നഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് വാണ്ടഡ്.
ദെൻ പേഴ്സണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, പ്രാക്ടിക്കൽ. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ആളുടെ ഇമെയിലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നും നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ പ്രൊഫഷണൽ നോളേജും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ഇതിലിപ്പോൾ there are 10 വേക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണമാണ്. ഇനി അടുത്ത ജോലി ഇവിടെ ഇട്ടിട്ടുണ്ട്, ദ സൈക്യാട്രിക് നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ ഇതേ വർക്കിംഗ് ടൈമിങ്ങും സാലറിയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പെർമനൻറ്റ് കോൺട്രാക്റ്റ്, ദ സാലറി വന്നിട്ട് DK ഡാനിഷ് ക്രോൺ 27,300 തൊട്ട് 33,000 വരെയാണ് വരുന്നത്. പിന്നെ ജോലി എങ്ങനെയാണ്, എത്ര മണിക്കൂർ ജോലി, 37 hours 5 weeks. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിലും നമുക്ക് ജോബ് അപ്ലിക്കേഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഡീറ്റെയിൽസിൽ കോൺടാക്റ്റിംഗ് പേഴ്സണും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവരോട് മെയിൽ അയച്ചിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം. ചില ജോബ് വന്നിട്ട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ഇട്ടിട്ടുള്ളതായിരിക്കും, ചിലത് വന്നിട്ട് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഇട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ നേഴ്സിൻ്റെ തന്നെ നോക്കുക. പിന്നെ ഇതിനകത്ത് വേറെ ഡോക്ടേഴ്സിൻ്റെയും വരാറുണ്ട്. പിന്നെ ഇവിടെ ഒരു കോൺട്രാക്റ്റ് റിസർച്ച് നേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയും റിസർച്ച് നേഴ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നോക്കുക കേട്ടോ. ഇതിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസാണ് വേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ നിങ്ങൾ ആ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യും. ഇപ്പോൾ ഇതിനകത്താവുമ്പം 50 to 60 പൗണ്ടാണ് ഇവിടെ സാലറി മെൻഷൻ ചെയ്തിരിക്കുന്നത്. ചിലത് ഈ റിസർച്ച് റിലേറ്റഡ് ജോബ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലി കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് നഴ്സിംഗ് കരിയർ റിലേറ്റഡ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിന് അങ്ങനെ നിങ്ങൾക്ക് ജോലി സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് നേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ വേറെ ഒരു കാറ്റഗറിയിൽ വരാം. നഴ്സിംഗ് എടുത്തിട്ട് കൊടുത്താലും ഇതിലും പ്രൊഫസർ അറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്, പിന്നെ കോർഡിനേറ്റേഴ്സ്, അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ജോലികളും ഒബിസിറ്റി ഹെൽത്ത് ഇൻറ്റേൺ, കോൺട്രാക്ട് റിസർച്ച് നേഴ്സ്, അങ്ങനെ നമുക്ക് ജോലീസ് എല്ലാം കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഡെൻമാർക്കിലൊരു ജോലി സെർച്ച് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ക്രൈറ്റീരിയയുമായിട്ട് ഒത്തുപോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എംപ്ലോയർ ഒരു ജോബ് ഓഫർ തരും. നിങ്ങൾക്ക് ആ ജോബ് ഓഫർ ത്രൂ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് പാത്വേ വഴിയും നമുക്ക് ഡെൻമാർക്കിലോട്ട് പോകാവുന്നതാണ്. അതായത് അത് വേറൊരു പാത്വേ ആണ്. എംപ്ലോയ്മെൻറ്റ് നമുക്ക് 2 രീതിയിലാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒന്ന് ഓതറൈസേഷൻ എടുത്തതിന് ശേഷം ഓതറൈസേഷൻ കിട്ടിയിട്ട് 6 മാസത്തേക്കുള്ള വർക്ക് പെർമിറ്റ് എടുത്തിട്ട് നമുക്ക് ഓതറൈസേഷൻ കിട്ടിയ ആളുകൾക്ക് ഡയറക്റ്റ്ലി ജോലിയൊന്നും ഇല്ലാതെ തന്നെ ഡെൻമാർക്കിലേക്ക് പോവാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു ജോലി കിട്ടി ആ ജോലിയുടെ ഓഫർ ലെറ്റർ വെച്ച് നിങ്ങൾ വിസ അപ്ലൈ ചെയ്തതിന് ശേഷം ആ വിസ 3 പോവാം. അങ്ങനെ പോകുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും കാണിക്കേണ്ട. നിങ്ങൾക്കൊരു എംപ്ലോയർ ത്രൂ നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ, കാരണം ആ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് അതിൽ റെസ്പോൺസിബിലിറ്റി വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ നിങ്ങൾക്ക് ഡെൻമാർക്കിലോട്ട് പോകാം. നിങ്ങൾക്ക് സ്വന്തം ഓൺ റിസ്കിൽ ഡെൻമാർക്കിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എംപ്ലോയറുടെ ഓഫർ ലെറ്ററോട് കൂടിയിട്ട് പോകാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഇങ്ങനെ ജോബ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അധികം എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എംപ്ലോയറുടെ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള പാത്വേ ത്രൂ എങ്ങനെയാണ് നമ്മൾ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുള്ളതുണ്ട് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇത് ലൈക്സ് ചെയ്യണം, ഇത് റിലേറ്റഡ് കമൻറ്റ്സ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഈ വർക്ക് ഇൻ ഡെൻമാർക്കിൻ്റെ വെബ്സൈറ്റ് വന്നിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ ഒരു നേഴ്സായിട്ട് ഡെൻമാർക്കിൽ വർക്ക് ചെയ്യാനായിട്ട് ദ ഡാനിഷ് പേഷ്യൻ്റ് സേഫ്റ്റി അതോറിറ്റിയിൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഓതറൈസേഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പറ്റിയ ഒരു നല്ലൊരു എംപ്ലോയറെ നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് കണ്ടെത്തുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓതറൈസേഷന് ശേഷം നിങ്ങൾ ഒരു ജോബ് സിക്കിംഗ് ആയിട്ട് 6 മാസത്തെ വർക്ക് പെർമിറ്റോട് കൂടി നിങ്ങൾക്ക് ഡെൻമാർക്കിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറെ നിങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷമാണ് കണ്ടെത്താൻ പറ്റുക. അപ്പോൾ നിങ്ങൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയർ തന്നെ നിങ്ങളുടെ എക്സ്പെൻസ് എടുത്തോളും. ഈ ഒരു വീഡിയോ എല്ലാ നഴ്സസിനും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്